നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 223 223. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 7-ാം അധ്യായം ശ്ലോകം 29 നമുക്ക് പറയാനുള്ളത്. 29 മുതൽ 35 വരെ, അതായത് 29, 30, 31, 32, 33, 34, 35 7 ശ്ലോകങ്ങൾ ഒന്നായിട്ട് പോകും. നോക്കാം. വർണ്ണാശ്രമി വിഭാഗാംശ്ച രൂപശീലസ്വഭാവത ഋഷീണാം ജന്മകർമാദി വേദസ്യ ച വികർഷണം യജ്ഞസ്യ ച വിധാനാനി യോഗസ്യ ച പദപ്രഭോ നൈഷ്കർമ്മ്യസ്യ ച സാംഖ്യസ്യ തന്ത്രം വാ ഭഗവൽ സ്മൃതം പാഖണ്ഡപതി വൈഷമ്യം പ്രതിലോമനിവേശനം ജീവസ്യ ഗതയോ യാശ്ച യാവതീർഗുണകർമ്മജാം ധർമാർത്ഥകാമമോക്ഷാണാം നിമിത്താന്യവിരോധത വാർത്തയാ ദണ്ഡനീതേച്ഛ ശ്രുതസ്യ ച വിധിം പൃഥക് ശ്രാദ്ധസ്യ ച വിധിം ബ്രഹ്മൻ പിതॄണാം സ്വർഗമേവ ച ഗ്രഹനക്ഷത്രതാരാണാം കാലാവയവസംസ്ഥിതിം ദാനസ്യ തപസോ വാപി യശ്ചേഷ്ടാപൂർത്തയോ ഫലം പ്രവാസസ്തസ്യ യോ ധർമ്മോ യശ്ച പുംസാ ഉദാപതി യേന വാ ഭഗവാൻ സ്തുഷ്യേ ധർമ്മയോ നിർജനാർദ്ദന സംപ്രസീദതി വാ യേഷാം ഏതദാഖ്യാഹി ചാനഘ. ഇങ്ങനെ 7 ശ്ലോകങ്ങൾ ഒന്നായിട്ട് പോയിട്ടുണ്ട്. വളരെ കുറച്ച് പുതിയ വാക്കുകളുടെ അർത്ഥമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നോക്കാം. അപ്പോൾ പറയണത്, നടത്തേണ്ടതായ ക്രമങ്ങൾ, എല്ലാറ്റിനും ഒരു ക്രമം വേണം. ആരോഹണ അവരോഹണം ക്രമമാണ്. അപ്പോൾ നടത്തേണ്ടതായ ക്രമങ്ങൾ വേദത്തിൽ നിശ്ചയിച്ച പോലെയുള്ളത് എൻ്റെ നിങ്ങളുടെ ഇഷ്ടത്തിന് ക്രമങ്ങൾ തെറ്റിക്കാൻ പാടില്ല. ഇതാണ് എൻ്റെ ക്രമം എന്ന് പറയരുത് ഒരിക്കലും. അപ്പോൾ നടത്തേണ്ടതായ ക്രമങ്ങൾ, മാർഗങ്ങളെ ഫലകാംക്ഷ കൂടാതെ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലകാംക്ഷ കൂടാതെ ചെയ്യുന്ന കർമ്മേ നിലനിൽക്കുള്ളൂ. എന്താ അങ്ങനെ പറയാൻ കാരണം? LUCK ലക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ല. അതിന് മുമ്പ് ഒരു കാര്യം പറയണം. അദൃഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? ദൃഷ്ടമല്ലാത്തത് എന്നാണ്. ഇല്ലാത്തത് എന്നുള്ള അർത്ഥമല്ല. നഗ്നമായ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അതിനാണ് അദൃഷ്ടം എന്ന് പറയുന്നത്, ദൃഷ്ടമല്ലാത്തത്. അപ്പോൾ ആത്മാവുണ്ട്, അത് ദൃഷ്ടമല്ല, പക്ഷേ അനുഭവയോഗ്യമാണ്. അല്ലേ? ഡോക്ടർമാരാണെങ്കിലും മൂക്കത്ത് വിരൽ വെച്ച് നോക്കുക, നെഞ്ഞൊന്ന് അമർത്തി നോക്കും. ഇങ്ങനെയൊക്കെയാണ്. കാലിൻ്റെ അകക്കാലിൽ ഒന്ന് കോറി നോക്കും, മുട്ടിൽ ഒന്ന് ഹാമർ ചെയ്ത് നോക്കും, ജീവൻ ഉണ്ടോ ഇല്ലയെന്നറിയാൻ. അങ്ങനെയാണ് അവർ സ്ഥിരീകരിക്കുക. കണ്ണ് മിഴിച്ച് നോക്കും. കണ്ണ് സ്റ്റാഗ്നൻ്റ് ആണെങ്കിൽ ആയാൽ തന്നെ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് വൈദ്യശാസ്ത്രം പറഞ്ഞത്. അപ്പോൾ അദൃഷ്ടം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതെന്നല്ല, ദൃഷ്ടമല്ലാത്തത്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഫലകാംക്ഷ കൂടാതെ കർമ്മം ചെയ്യണം. അച്ഛനമ്മമാരെ ഞാൻ എപ്പോഴും എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. അച്ഛനമ്മമാരെ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് കാശിക്ക് പോകേണ്ട ആവശ്യമില്ല. പരമശയോ
അപ്പോൾ ഫലകാംക്ഷ കൂടാതെ ചെയ്യുന്ന കർമ്മത്തിൻ്റെ സാംഖ്യയോഗത്തിൻ്റെ ഭഗവത് ഭക്തി മാർഗം എന്താ പറഞ്ഞത്? ഫലകാംക്ഷ കൂടാണ്ട് കർമ്മം ചെയ്യണമെന്നാ. അപ്പോൾ നമ്മൾ ഈ വഴിപാട് ചെയ്യണതിൽ വല്ല സാങ്കത്യം ഉണ്ടോ ചോദിച്ചതിന് സമാനം പറഞ്ഞു. ആചാര്യന്മാർ പറഞ്ഞു എന്നോട് പറയരുത്. ഞാൻ ഭാഗവതം പ്രമാണമായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതാണ് ശരി. ആചാര്യന്മാർ പലതും യുക്തിക്ക് അനുസരിച്ച് പറയും. അത് എന്നാൽ ഞാൻ ആചാര്യനല്ല ചോദിച്ചാൽ ഞാൻ പ്രൊഫഷണലല്ല, അമേച്ചറാണ്. ഇതിലുള്ളത് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുള്ളൂ, ഇല്ലാത്തത് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. അതിൽ നീരസം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞത്, താൻ പ്രൊഫഷണലായിട്ട് പോകണ്ട, തൻ്റെ സ്വഭാവത്തിന് ഇത് പറ്റില്ല. എന്താ അങ്ങനെ? എന്താ എൻ്റെ സ്വഭാവത്തിന് വൈകൃതമുണ്ടോ എന്ന് പറഞ്ഞാൽ ഗുരുനാഥന്മാർക്ക് മനസ്സിലാവും. എന്ത് മനസ്സിലാവും? ഓരോരുത്തരുടെ ടേസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഫ്രം ദി വെരി ബിഗിനിങ് അനാചാരങ്ങളെ എതിർക്കുന്ന ഒരാളാണ്. അനാചാരങ്ങളെ എതിർക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആചാരങ്ങളേനെ പാലിക്കാം, അനാചാരങ്ങൾ പാടില്ല. പ്രശ്നമുണ്ടോ? അപ്പോൾ ഒരേ മനസ്ഥിതിയുള്ള ആൾക്കാർക്ക് ക്ഷേത്രത്തിൽ പോവാം. അന്യമതർക്ക് പ്രവേശനമില്ല എന്ന് എഴുതാൻ കാരണം മനസ്ഥിതിയിൽ മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, സനാതനധർമ്മത്തിലുള്ള ആചാരങ്ങളെ സ്വീകരിക്കാമെന്നുണ്ടെങ്കിൽ അവരെ അമ്പലത്തിൽ കയറ്റണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അനാചാരങ്ങളല്ല, ആചാരങ്ങളേനെ അവർ ബഹുമാനിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ സാംഖ്യയോഗത്തിൻ്റെ ഭഗവത് സ്മൃതം, അതായത് ഭഗവത് ഭക്തി മാർഗം നമ്മളല്ല തീരുമാനിക്കണത്, ഭഗവാൻ തീരുമാനിച്ചത് പറഞ്ഞിട്ടുണ്ട്, അതേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. പിന്നെയോ നിരീശ്വരമതം കൊണ്ടുണ്ടാകുന്ന ദോഷം, ഈശ്വരനില്ല എന്ന് ചില വിഘടനവാദികൾ പറയുന്നുണ്ട്. അതുകൊണ്ട് അവർക്കും നഷ്ടമേ ഉണ്ടാവുള്ളൂ, സമൂഹത്തിനും നഷ്ടമേ ഉണ്ടാവുള്ളൂ. അവർ പറഞ്ഞത് കേട്ടവർക്ക് നഷ്ടം ഉണ്ടാവും, എനിക്ക് നഷ്ടം ഉണ്ടാവില്ല, കാരണം ഞാൻ അവർ പറഞ്ഞ് കേൾക്കണില്ല. പിന്നെ ചണ്ടാലന്മാരുടെ ഉൽപ്പത്തി, പ്രതിലോമ നിവേശനം എന്ന ചണ്ടാലന്മാരുടെ ഉൽപ്പത്തി, കൃഷിയാദി വ്യാപാരത്തിൻ്റെ നിയമത്തിൻ്റെ വേദോക്ത കർമ്മത്തിൻ്റെ പിതൃദേവന്മാരുടെ യാഗാദികളുടെയും കുളം കിണർ എന്നിവ കുഴിപ്പിക്കുന്നതിൻ്റെയും ദേശാന്തരത്തിൽ സഞ്ചരിക്കുന്നവൻ്റെ എക്സെട്ര പറഞ്ഞാലും അത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 7 ശ്ലോകത്തിൻ്റെയും ഒരു വാക്കാർത്ഥം പറയുണ്ടായി. ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. വർണ്ണങ്ങൾ, ആശ്രമങ്ങൾ ഇവയുടെ വിഭാഗം, ഓരോ വർണ്ണങ്ങളിലും ആശ്രമങ്ങളിലും ഇരിക്കുന്നവരുടെ സമ്പ്രദായ ഭേദങ്ങൾ, അതായത് ബ്രാഹ്മണരുടെ ചിട്ടയല്ല, എന്താണ് പറയുക, ക്ഷത്രിയന്മാരുടെ ധർമ്മാവില്ല വൈശ്യന്മാർക്ക്, വൈശ്യന്മാരുടെ ആവില്ല പിന്നെ ശൂദ്രർക്ക്. ഇനി നമ്പൂതിരിയിൽ തന്നെ വകഭേദമുള്ള ആൾക്കാരുണ്ട്. നമ്പൂതിരിപ്പാട്, ഭട്ടതിരിപ്പാട്, അവർക്കൊക്കെ വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ വർണ്ണങ്ങൾ, ആശ്രമങ്ങൾ ഇവയുടെ വിഭാഗം, ഓരോ വർണ്ണങ്ങളിലും ആശ്രമങ്ങളിലും ഇരിക്കുന്നവരുടെ സമ്പ്രദായ ഭേദങ്ങൾ, ഗോത്രങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ശീലങ്ങൾ, ആചാരങ്ങൾ എന്നിവ, ഋഷികളുടെ ജനനം, വ്യാപാരം എന്നിവ, വേദത്തിൻ്റെ വിഭാഗം, യാഗങ്ങളെ നടത്തേണ്ടും ക്രമങ്ങൾ, എനിക്കിഷ്ടപ്രകാരം യാഗം നടത്തരുത്, യോഗമാർഗങ്ങൾ, ഫലകാംക്ഷ കൂടാതെ നടത്തുന്ന കർമ്മങ്ങളുടെ സ്വഭാവം, സാംഖ്യയോഗ സമ്പ്രദായം, ഭഗവത് ഭക്തി സ്വരൂപം, നിരീശ്വര മതം നിമിത്തം രാജ്യത്തിനുണ്ടാകുന്ന ദോഷം, ചണ്ടാളാദി ജാതികൾ എങ്ങനെയുണ്ടായി, അവർ ഏതു വർണ്ണത്തിൽ ഉൾപ്പെടും എന്നിവ, ഗുണങ്ങൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ജീവികൾക്ക് സിദ്ധിക്കുന്ന സ്വർഗ നരകാദി ലോകപ്രാപ്തികൾ,
ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ ഒന്നിനൊന്ന് വിരോധം കൂടാതെ അനുഷ്ഠിക്കേണ്ടതായ ക്രമങ്ങൾ, കൃഷിയാദി വ്യാപാരങ്ങളെ കൊണ്ട് നടത്തേണ്ട മര്യാദകൾ, ഇന്ന് അത് വലുതുണ്ടോ? എന്ത് മര്യാദയുള്ളത്? കുളങ്ങൾ നികത്തിയിട്ടും കിണറുകൾ നികത്തിയിട്ടും കല്ലും മണ്ണൂട്ടിയുടെ പാടങ്ങളും തൂർക്കണതും മര്യാദകളാണോ? അല്ല. പക്ഷെ നമ്മൾ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അങ്ങനെ ചെയ്യണു. അപ്പം കുറ്റക്കാരെ ശിക്ഷിക്കുവാനും മറ്റുമുള്ള നിയമങ്ങൾ, ശ്രാദ്ധക്രമം, ആര്യമാദി പിതൃദേവന്മാരുടെ ഉത്ഭവം, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, നക്ഷത്രങ്ങൾ, താരങ്ങൾ എന്നിവ നിമിത്തമുണ്ടാകുന്ന കാലവിഭവങ്ങളുടെ സ്വഭാവം. അപ്പം നക്ഷത്രങ്ങളും താരങ്ങളും കൂടിയിട്ട് വ്യത്യാസമുണ്ട് എന്നർത്ഥം. പറഞ്ഞ വിഷയം. നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വല്, താരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടം കൂടിയിട്ടുള്ളത്, അങ്ങനെയുണ്ട്, സമൂഹങ്ങളായിട്ടുള്ളതുണ്ട്. എന്നിവ നിമിത്തമുണ്ടാകുന്ന കാലവിഭവങ്ങളുടെ സ്വഭാവം. ഓരോരുത്തർക്കും ഓരോ രാശിയിൽ വ്യത്യസ്ത യോഗങ്ങളല്ലേ സംഭവിക്കുന്നത്. ദാനക്രമം, തപസ്സിൻ്റെ സമ്പ്രദായം, യാഗാദി കർമ്മങ്ങളുടെയും വ്യാപീകൂപാദികൾ നിർമ്മിക്കുന്നതിൻ്റെയും ഫലം. വാപീകൂപാദി എന്ന് പറഞ്ഞാൽ കിണറ്, കുളം, കുഴിക്കണതിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. സമ്പ്രദായം, സ്വദേശം വിട്ട് സഞ്ചരിക്കുന്നവൻ്റെ ആചാരക്രമം. ഇന്നിപ്പോൾ കാശിക്ക് പോകുന്നവന് എന്താ ആചാരം ഉള്ളത് പറയൂ? അപ്പോൾ ആപത്തിൽ പുരുഷൻ ആചരിക്കേണ്ട ക്രമം ശ്രദ്ധിക്കണം. ആപത്തിൽ പുരുഷൻ ആചരിക്കേണ്ട ക്രമം, ധർമ്മത്തിൻ്റെ ഫലസ്വരൂപനായ ശ്രീഹരി ഏതുവിധമായാൽ പ്രസാദിക്കും. ധർമ്മത്തിൻ്റെ ഫലസ്വരൂപനായ ശ്രീഹരി ഏതു വിധമായാൽ പ്രസാദിക്കും. പ്രീതികരമായിട്ട് ജീവിച്ചാലേ ശ്രീഹരി എന്താണെന്നാ പറയുക, പ്രസാദിക്കുള്ളൂ. എന്താ പ്രീതികരം എന്ന് പറഞ്ഞാൽ? മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തും കൊണ്ടുള്ള ജീവിതം. സ്വയം കുറച്ച് വേദനകൾ അനുഭവിച്ചാലും പോരായ്മകൾ അനുഭവിച്ചാലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുക. അതാണ് സനാതനധർമ്മം പറയണത്. ഇതെത്ര ആൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്? ആരുടെ നേരെ പ്രസാദിക്കും? അമ്പലത്തിൽ പോയി തൊഴുന്നവരേനൊക്കെ ഇല്ല, വഴിപാട് ചെയ്യണവരൊക്കെ ഇല്ല. ആരാണ് സംശുദ്ധ ഭക്തിയുടെ ഉടമ? അതാരാ തീരുമാനിക്കാൻ? ഭഗവാനാ തീരുമാനിക്കാൻ, ഞാനും നിങ്ങളല്ല. അപ്പോൾ ആരുടെ നേരെ പ്രസാദിക്കും എന്നീ സംഗതികളെ ഹേ ഭഗവാൻ ഞങ്ങളോട് അരുളി ചെയ്യണം. ഇത് നിങ്ങൾക്ക് നാരായണത്തിൽ എവിടെ കിട്ടുക? ചോദിച്ചതിന് സമാനം പറയാം. സഹസ്രനാമം അർച്ചന, സഹസ്രനാമം ഉരുവിടുന്നവർക്കൊക്കെ സഹസ്രനാമത്തിൻ്റെ അർത്ഥം അറിയണുണ്ടോ? നാരായണീയ അർച്ചന തുടങ്ങിയിട്ടുണ്ട്. നാരായണീയം ഓരോ ശ്ലോകങ്ങൾക്ക് ഓരോ അർച്ചന ചെയ്യാം. ആരാ ഉണ്ടാക്കിയത് ചോദിച്ചാൽ എന്നോട് എനിക്ക് അർത്ഥമില്ല. ഭട്ടതിരി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം. ഭട്ടതിരി തൻ്റെ ആരോഗ്യനില മെച്ചപ്പെടുത്താൻ ഗുരുവായൂരപ്പനെയും ഭജിച്ചതാണ് നാരായണീയം. അല്ലാണ്ട് അത് ഒരു സെമറ്റിക് മതങ്ങളെ പോലെ ധാരാളം വിളക്കൊക്കെ വെച്ചിട്ട് അർച്ചന ചെയ്യാൻ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ആൾക്കാർ പറയും വായിക്കാൻ സാധിക്കണവർക്കും വായിക്കാൻ സാധിക്കാത്തവർക്കും കേട്ടാൽ മനസ്സിലാക്കാത്തവർക്കൊക്കെ ഫലം കിട്ടുന്ന ചിലവർ പറയും. ഞാൻ അങ്ങനെ പറയില്ല. ആ ദോഷം ഞാൻ ചെയ്യില്ല എന്നർത്ഥം. ഫാർമസിസ്റ്റ് കോഴ്സ് പാസ്സായി ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വായിക്കാൻ അറിയുമെന്ന് വിചാരിച്ചതുകൊണ്ട്, ഇതിലെഴുതിയത് എനിക്കറിയാം പറഞ്ഞതുകൊണ്ട് ആ മരുന്ന് ഫലിക്കുമോ? ഇല്ല. വായിക്കാൻ അറിയാം പറഞ്ഞിട്ട് ഇല്ല. അസുഖം ഉണ്ടാവും, മരുന്ന് വാങ്ങണം, കഴിക്കണം. ചിലവർക്ക് മാറും, ചിലവർക്ക് മാറില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇത് ഡിസൈഡ് ചെയ്യണത് ആരാ?
നമ്മളല്ല. നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യമാണ് ഇയാൾ മരുന്ന് കഴിച്ചാൽ ഫലം ഉണ്ടോ ഇല്ല എന്നുള്ളത് തീരുമാനിക്കുക. അപ്പോൾ ഇത് വലിയൊരു സബ്ജക്റ്റാണ്, അതിനെ ചെറുതായി കാണരുത്. അപ്പോൾ എന്നീ സംഗതികളെ ഹേ ഭഗവാൻ ഞങ്ങളോട് വരെ ചെയ്യണം എന്ന് നിമി ചക്രവർത്തി നവയോഗികളോട് പറഞ്ഞു. അപ്പോൾ 36-ാമത്തെ ശ്ലോകം പറയണു, അനുവ്രതാനാം ശിഷ്യാണാം പുത്രാണാം ച ദ്വിജോത്തമാം അനാപൃഷ്ടം അഭിബ്രൂയുർ ഗുരവോ ദീനവത്സലാം. അനുവ്രതാനാം ശിഷ്യാണാം പുത്രാണാം ച ദ്വിജോത്തമാ അനാപൃഷ്ടം അഭിബ്രൂയുർ ഗുരവോ ദീനവത്സലാം. അതിൻ്റെ വാക്കാർത്ഥം എന്താ? ആശ്രയിച്ചിരിക്കുന്ന ശിഷ്യന്മാർക്കും പുത്രന്മാർക്കും ഹേ ബ്രാഹ്മണശ്രേഷ്ഠ, ദീനന്മാരിൽ താല്പര്യമുള്ളവരായ ഗുരുക്കൾ. ഗുരു എന്നുള്ള കൺസെപ്റ്റ് എന്താണ്? ദീനന്മാരിൽ താല്പര്യമുള്ളവരായിരിക്കണം. ചോദിക്കപ്പെട്ടിട്ടില്ലാത്തതിനെയും പറയും. ചിലവർ ഗൗരവം നടിക്കുന്ന ചോദിച്ചതിന് സമാനം പറയുള്ളൂ. ചോദിക്കാതെ കണ്ട് പറയണമെന്നുണ്ടെങ്കിൽ ദീനന്മാരിൽ വാത്സല്യം വേണം. ഇപ്പോൾ ഞാൻ ഒരാൾക്കായിട്ട് ഭാഗവതം മൂലം ക്ലാസ് എടുക്കണത്, ചിലപ്പോൾ 3-4 ആൾ വരും എന്ന് വെച്ചാൽ അതിൽ മെയിൻ ഒരാൾ, അയാളില്ലെങ്കിൽ മറ്റുള്ളവർ വരില്ല. എനിക്ക് പ്രശ്നമല്ല. കാരണം എന്താ? ഐ ആം പ്രിപ്പയർഡ് ടു ഡു ദാറ്റ്. എൻ്റെ ലാഭമാണ്. എൻ്റെ ലാഭം എന്താ? മമതല്ല. ഭഗവത് വാക്കുകൾ, ഉത്തമമായ ഉപദേശ ശകലങ്ങളെ എനിക്ക് ഒന്നുകൂടി ഓർമ്മിക്കാനുള്ളൊരു അവസരം കിട്ടുകയാണ് ക്ലാസ് എടുക്കുമ്പോൾ. ഇപ്പം ഞാൻ തുളസീദളം അല്ലേ, തുളസീദളം ഒരു കൂട്ടരുണ്ടല്ലോ, പേര് മാറി എനിക്കറിയില്ല, സാരമില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. പക്ഷേ അത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ പിന്നെ യൂട്യൂബിലിട്ടിട്ടാണല്ലോ കൊടുക്കണത് അവർക്ക്. അപ്പോൾ പിന്നെ ദീനന്മാരിൽ താല്പര്യമുള്ളവരായ ഗുരുക്കൾ ചോദിക്കപ്പെട്ടിട്ടില്ലാത്തതിനെയും പറയും. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നു. അല്ലയോ ബ്രാഹ്മണോത്തമ, എല്ലാം അറിയുന്ന അങ്ങയോട് ബഹുവാക്കുകൊണ്ട് ഫലമൊന്നുമില്ല. അല്ലേ? ചോദ്യം എങ്ങനെ ചോദിച്ചാലും അങ്ങക്ക് പറയാൻ പറ്റും. അത് ക്രിസ്പായിട്ട് പറയണം. അത് ചോദിച്ചാൽ മതി. ടു ദി പോയിൻ്റ് ചോദിക്കാൻ പാടുള്ളൂ. അനുസരിച്ച് നടക്കുന്ന ശിഷ്യന്മാരിലും, ശിഷ്യന്മാർ 2 വിധമുണ്ട്. എങ്ങനെയാണ്? അനുസരണയുള്ളവരും അനുസരിക്കാത്തവരുമുണ്ട്. അപ്പോൾ അനുസരിച്ച് നടക്കുന്ന ശിഷ്യന്മാരിലും പുത്രന്മാരിലും വാത്സല്യമുള്ളവരായ ഗുരുക്കളും പിതാക്കന്മാരും അവരുടെ അറിവില്ലായ്മയെ തീർത്ത് നന്മ വരുത്തുവാൻ ആവശ്യമായ സംഗതികളെ അവർ ചോദിച്ചില്ലെങ്കിൽ കൂടി അവർക്ക് ഉപദേശിക്കുന്നത് സാധാരണമാണല്ലോ. അപ്പം ഒരച്ഛൻ മക്കളെ ഉപദേശിക്കുന്നത് ഫീസിനല്ലല്ലോ. ഒരു കാര്യത്തിന് പലതും ഉപദേശം കൊടുക്കാൻ കഴിവുണ്ടായിരുന്ന അച്ഛന്മാരുണ്ടായിരുന്നു. ഒരു കാര്യം ഉറപ്പല്ലേ, ഞാൻ എൻ്റെ കുട്ടീനെ വേണ്ട പോലെ വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സംസ്കാരം ഉണ്ടാവും. ഗുരുനാഥന്മാരോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കാൻ പാടില്ല, പോലീസിനോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ ബഹുമാനം കാണിക്കണം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിൽ പല കാര്യങ്ങളുണ്ട്. വയസ്സായിട്ടുള്ളവരോട്, ചങ്ങാതിമാരോട്, സ്ത്രീകളോട്, ബാലന്മാരോട് എങ്ങനെ പെരുമാറണം, ഇതൊക്കെ ഒരു വലിയൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ അറിഞ്ഞിരിക്കേണ്ടതായ സംഗതികൾ എൻ്റെ ചോദ്യത്തിൽ അടങ്ങിയിട്ടില്ലെങ്കിൽ കൂടി അവയെയും എനിക്ക് ഉപദേശിക്കണം. 37-ാമത്തെ ശ്ലോകം. തത്വാനാം ഭഗവം സ്തേഷാം കഥിതാ പ്രതിസംക്രമാ തത്രേമം ക ഉപാസീരൻ ക ഊസിതനുശേരതേ.
തത്വാനാം ഭഗവംസ്തേഷാം കതിധാ പ്രതിസംക്രമ തത്രേമം ക ഉപാസീരൻ ക ഉസിതനുചേരതേ. ഹേ ഭഗവാനായുള്ളവനെ, ഭഗവാനാവിത്തീരണം. എങ്ങനെയാണ് ഭഗവാനാവണത്? ഭഗവാന്റെ ഗുണഗണങ്ങൾ നമ്മൾക്ക് വരുമ്പോൾ നമ്മളും ഭഗവാനാവും. അതെങ്ങനെയാണ്? മുഴുവനാവില്ല. ഈശ്വരൻ പരിപൂർണനാണ്, നമ്മൾ പരിപൂർണനാവില്ല. ഏന്തി വലിച്ച് നടന്നാൽ എത്തും എന്ന് പറഞ്ഞ മാതിരി ഉള്ളത്. ഭഗവാനായുള്ളവനെ തത്വങ്ങളായ അവയുടെ കൂട്ടത്തിൽ ലയം എത്ര വിധത്തിലാണ്, അതിൽ ഏതെല്ലാം ഈ ഭഗവാനെ ഉപാസിക്കും, ഏതെല്ലാം ഭഗവാനോടുകൂടെ ലയത്തെ പ്രാപിക്കും. ഭഗവാനെ ഉപാസിക്കുന്നവർക്ക് മുഴുവൻ ലയം കിട്ടില്ല, മോക്ഷം കിട്ടില്ല. സമയമായില്ല പോലും പറഞ്ഞ് നിർത്തും. പറഞ്ഞ മനസ്സിലുണ്ടോ? അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. എല്ലാം അറിഞ്ഞിരിക്കുന്ന ഹേ ഭഗവൻ, പൃഥിവി മുതലായ തത്വങ്ങളുടെ ലയസമ്പ്രദായം എങ്ങനെയെല്ലാമാണ്? ഭൂമിയുടെ, പൃഥിവി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പ്രളയത്തിൽ ഭഗവാനോടുകൂടെ ഏതേത് തത്വങ്ങൾ ലയിക്കും, ഏതേത് തത്വങ്ങൾ യോഗനിദ്ര ചെയ്യുന്ന ഭഗവാനെ സേവിച്ചുകൊണ്ട് നിൽക്കും. അത് സ്പഷ്ടമായിട്ട് പറയണമെന്നാണ് പറഞ്ഞത്. 38-ാമത്തെ ശ്ലോകം. പുരുഷസ്യ ച സംസ്ഥാനം സ്വരൂപം വാ പരസ്യ ച ജ്ഞാനം ച നൈഗമം യത്തത് ഗുരുശിഷ്യ പ്രയോജനം. പുരുഷസ്യ ച സംസ്ഥാനം സ്വരൂപം വാ പരസ്യ ച ജ്ഞാനം ച നൈഗമം യത്തത് ഗുരുശിഷ്യ പ്രയോജനം. ജീവൻ്റെ തത്വങ്ങളെയും, ജീവന് തത്വങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അതറിയാണ്ട് പോയാൽ നിഷ്ഫലാവില്ലേ ജീവിതം? തത്വങ്ങളെയും ഈശ്വരൻ്റെ സ്വരൂപത്തെയും ഗുരുശിഷ്യ സമ്പ്രദായത്തെ പരിപാലിക്കുന്നതായ വേദത്തിൽ നിന്നുണ്ടാകുന്ന അറിവ് യാതൊന്നോ അത് പറഞ്ഞു തരണമെന്നാ. അപ്പോൾ വേദത്തിൽ ഇതൊക്കെ ഉണ്ട്. വേദം പഠിക്കാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പുരാണം വായിക്കാൻ പഠിക്കല്ല വേണ്ടത്, പുരാണം അർത്ഥസഹിതം പഠിക്കണം. അപ്പോഴാണ് ജീവന് പുരോഗതി ഉണ്ടാവുള്ളൂ. ജീവന് പുരോഗതി വേണോ വേണ്ടേ? അതാണ് ആദ്യം അറിയേണ്ടത്. അപ്പോൾ ആർത്തന്മാർ, ജിജ്ഞാസുക്കൾ, അർത്ഥേഷുക്കൾ, ജ്ഞാനികൾ. അപ്പോൾ ജ്ഞാനികളോട് കൂടെയാണ് ഞാൻ ഭഗവാൻ പറയണു. അപ്പോൾ ജ്ഞാനം, അറിവുണ്ടാവണം. അതിന് വേദം പഠിക്കാണ്ടിരിക്കാൻ ഓർത്തില്ലേ? നല്ല ട്രാൻസ്ലേഷൻ കിട്ടണ്ടേ മലയാളത്തിൽ? ചതുർവേദ സംഹിതകൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, നല്ല അതും കാലടി സംസ്കൃത സർവകലാശാലയിലെ വൈസ് ചാൻസലറായിരുന്ന ശ്രീ പി ഉണ്ണി അവറുകൾ ഗംഭീരമായിട്ട് അർത്ഥം, ശ്ലോകങ്ങൾ, അർത്ഥങ്ങൾ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ ജീവൻ്റെ തത്വമാണ് ഈശ്വരൻ്റെ സ്വരൂപം. അത് വളരെ സ്പെഷ്യലായിട്ട് പറയണു. ജീവൻ്റെ തത്വം എന്താ? ഈശ്വരൻ്റെ സ്വരൂപം അറിയാമെന്നുള്ളതാണ്. ഈശ്വരൻ്റെ സ്വരൂപമാണ് എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലെ, എല്ലാ ജീവികളുടെ ഉള്ളിലെ. തൻ്റെ ശത്രുക്കളെ കാണുമ്പോൾ എലി എങ്ങനെയാണ് മടയിൽ ഒളിക്കണത്, പൂച്ച എങ്ങനെയാണ് ഓടണത്, നായേനെ നായെന്ന് പറഞ്ഞ് കല്ലെടുത്ത ആംഗ്യം കാണിച്ച നായ വരണ്ടു പോണു ഇല്ലേ? പശു നമ്മൾ കറക്കുമ്പോൾ ചില പശുക്കളെ പാലും ഉള്ളോട്ട് വലിക്കണു, അതിൻ്റെ കുട്ടി കുടിക്കുമ്പോൾ അങ്ങോട്ട് ചുരത്തി കൊടുക്കുന്നു. ഇങ്ങനെ എല്ലാ കൺട്രോളും ആരുടെ അടുത്താ? അതാത് ജീവജാലത്തിൻ്റെ ഉള്ളിൽ ഉള്ള ചൈതന്യത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ ദേഷ്യം വരലും ദേഷ്യം വരാണ്ടിരിക്കലൊക്കെ നിയന്ത്രിക്കണത് ആരാ? ഈശ്വരനാണ് അല്ലേ? ആലോചിച്ച് നോക്കിയിട്ട് പറയൂ. പാലഭിഷേകം
എൻ്റെ വക നടത്തിയതുകൊണ്ട് എനിക്ക് ദേഷ്യം വരാണ്ടിരിക്കുമോ എന്നാൽ പാലഭിഷേകം ചെയ്യാം. അങ്ങനെയല്ലല്ലോ. എനിക്ക് എൻ്റെ സ്വഭാവത്തിൽ കൺട്രോൾ വരണമെങ്കിൽ ഞാൻ 100% വേദത്തിൽ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ സ്വരൂപത്തിൽ അടിയറ പറഞ്ഞവനല്ലേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. കാമക്രോധ മത മത്സര ലോഭ ഭയാദികളാകുന്ന 6 വൈരികൾ, അതിനാണ് ഷഡ്വൈരികളെന്ന് പറയാം. അവരെ നിയന്ത്രിക്കുന്നവർക്കല്ലേ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവണുള്ളൂ. അപ്പോൾ ഈശ്വരൻ്റെ സ്വരൂപം ഗുരുശിഷ്യ സമ്പ്രദായത്തെ നിലനിർത്തി അവർക്ക് അന്യോന്യം മഹിമയെ വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുന്ന, അന്യോന്യം ശിഷ്യനും ഉപകാരമാവണം, ഗുരുവിനും ലാഭം ഉണ്ടാവണം. ഗുരുവിൻ്റെ ലാഭം എന്താ? ശ്രീകൃഷ്ണൻ ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോയി, സാന്ദീപനി ആശ്രമത്തിൽ. വേറെ എത്ര ആൾക്കാർ സാന്ദീപനി ആശ്രമത്തിൽ ശിഷ്യനായിട്ടില്ലേ? കൃഷ്ണൻ്റെ അത്ര ഔചിത്യപൂർവം പെരുമാറിയിട്ടുള്ള ഒരു ശിഷ്യൻ വേറെ ഉണ്ടായിട്ടുണ്ടോ? അത് വിചാരിച്ചിട്ട് അവർക്ക് മോക്ഷം കിട്ടാത്തവർ ഉണ്ടായിട്ടില്ല. മോക്ഷം കിട്ടിയിട്ടുണ്ട്. പക്ഷെ കൃഷ്ണൻ ചെയ്തത് കൃഷ്ണൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ അല്ലേ? മരിച്ച കുട്ടിയെ കൊണ്ടു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ പറയണു, അന്യോന്യം മഹിമയെ വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുന്ന വേദോക്തമായ ജ്ഞാനം. അതാണ് ഞാൻ പറയും, ഏത് കവികൾ ജ്ഞാനപീഠം കിട്ടിയവരായിക്കോട്ടെ, അത് വായിക്കേണ്ടെന്നല്ല പറഞ്ഞത്. ചെറുകഥകളും നോവലുകളും നിരൂപണങ്ങളും ഒക്കെ നമുക്ക് വായിക്കാം. അതിൻ്റെ മുമ്പേ രാമായണവും മഹാഭാരതവും വായിച്ചിട്ടുണ്ടായിരിക്കണം. കാരണം എന്താ? അവരെ വാൽമീകിയെയും വ്യാസരെയും കടത്തി വെട്ടാൻ ഒരാൾ ജനിച്ചിട്ടുമില്ല, ജനിക്കില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഞാൻ ഇത് രണ്ടേ പഠിച്ചിട്ടുള്ളൂ. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. കാരണം എനിക്ക് ആവശ്യമില്ല. പറയുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു അഹങ്കാരിയാണ് തോന്നും. ഞാൻ അഹങ്കാരിയല്ല, ഞാൻ വിനയാന്വിതനാണ് നിങ്ങളുടെ അടുത്ത്. ഞാൻ എന്നിൽ വിനയാന്വിതനാണ്. എന്നാലല്ലേ എനിക്ക് നിങ്ങളിൽ വിനയാന്വിതനാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവയെയും വേദോക്തമായ ജ്ഞാനം ഇവയെയും നിന്തിരുവടി എന്താ പറയുക, ഉപദേശിക്കണം എന്ന് പറഞ്ഞു. അവിടെ നിർത്തും. കാരണം ഇനി 1, 2, 3, 4 ശ്ലോകത്തിൻ്റെ അർത്ഥമേ ഉള്ളൂ. ഈ 4 ശ്ലോകം ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് എടുക്കും. അപ്പോഴേക്കും 37 മിനിറ്റ് ആവും. ക്ഷീണം എനിക്കുമുണ്ട്. ഇവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാം. അതോടുകൂടി ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ഏവർക്കും നമസ്കാരം. നാളെ കാണാം.